1952 മുതൽ 62 വരെയുള്ള ഇന്ത്യൻ ഫുട്ബോളിൻ്റെ കാലഘട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ വിപ്ലവം സൃഷ്ടിച്ചിട്ടുള്ള ഒരു ഇന്ത്യൻ കോച്ചായിരുന്നു സയ്യിദ് അബ്ദുൾ റഹീം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതവും യാത്രയുമെല്ലാം ആസ്പദമാക്കിക്കൊണ്ട് ഒരു ബയോഗ്രാഫിക്കൽ സ്പോർട്ട് ഡ്രാമ മൂവിയാണ് മൈദാൻ എന്ന് പറയുന്നത്. ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ, നിങ്ങൾക്ക് നല്ല സിനിമ കാണുവാൻ ഇഷ്ടമാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പോർട്സ് മൂവീസ് ഇഷ്ടമാണോ, അല്ലെങ്കിൽ എസ്പെഷ്യലി ഫുട്ബോൾ ഭയങ്കര ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ കണ്ടിരിക്കണം എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. കാരണം അത്രയും ഒരു അതിഗംഭീര സിനിമയായിട്ടാണ് എനിക്ക് മൈദാൻ എന്ന് പറയുന്ന മൂവി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഒരു ബയോഗ്രാഫിക്കൽ മൂവി എന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ ചേരുവകളോടൊപ്പം തന്നെ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന തരത്തിൽ കണ്ടിരിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു സിനിമയിലുണ്ട്. അദ്ദേഹം ആരായിരുന്നു, എന്തായിരുന്നു എന്നുള്ളതും അദ്ദേഹം ഈ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യക്ക് നൽകിയിട്ടുള്ള കോൺട്രിബ്യൂഷൻ എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാക്കാനായിട്ട് ഈ ഒരു സിനിമ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ആ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയെ ഏഷ്യയിലെ ബ്രസീൽ എന്ന് വിളിപ്പിക്കുന്ന തരത്തിലുള്ളൊരു ബെസ്റ്റ് ഫുട്ബോൾ ടീമായിരുന്നു. 2 പ്രാവശ്യം ഏഷ്യൻ ഗെയിംസിൽ ഗോൾഡ് മെഡൽ നേടുകയും ഒളിമ്പിക്സിൽ 4ാം സ്ഥാനത്ത് വരെ എത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഇന്ത്യയുടെക്ക് ഒരു പഴയൊരു പ്രതാപകാലം ഉണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിന് ശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് ഇതുവരെയായിരിക്കും അത്തരത്തിലുള്ളൊരു പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. സോ അതിനെല്ലാം ആസ്പദമാക്കിക്കൊണ്ടുള്ളൊരു നല്ലൊരു സിനിമയാണിത്. സോ മൈദാൻ എന്ന് പറഞ്ഞ മൂവിയെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ച് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ഡയറക്ടർ അമിത് രവീന്ദ്രനാഥ് ശർമ്മയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. കാരണം ഇത്തരത്തിലൊരു ബയോഗ്രാഫിക്കൽ മൂവി തീർച്ചയായിട്ടും പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന തരത്തിൽ ഒരു തരത്തിലും ലാഗില്ലാതെ ബോറടിപ്പിക്കാതെ വളരെ ഭംഗിയായിട്ട് തന്നെ മേക്ക് ചെയ്തിട്ടുണ്ട്. സിനിമയുടെ തുടക്കത്തിലുള്ള ഒരു ഫുട്ബോൾ മാച്ച് കാണിക്കുന്നുണ്ട്, ഇന്ത്യയും യൂഗോസ്ലാവിയയും തമ്മിലുള്ളൊരു മാച്ച്. ആ ഒരു മാച്ച് കാണുമ്പോൾ തന്നെ ഈ ഒരു സിനിമയുടെ ക്വാളിറ്റി എന്താണ്, ഇത് എത്തരത്തിലാണ് മേക്ക് ചെയ്തിരിക്കുന്നത്, ഇനി എത്രത്തോളം ക്വാളിറ്റി ഇനി ഫ്യൂച്ചറിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് കാണിച്ചു തരുന്ന ഒരു തുടക്കത്തിലത്തെ ഫുട്ബോൾ മാച്ച് മതി ഈ ഒരു സിനിമയിലോട്ട് പ്രേക്ഷകർ ഇന്നാവാനായിട്ട്. അത്രയും ഡീറ്റെയിലിംഗ് ആയിട്ടാണ് പല കാര്യങ്ങളും ഈ ഒരു സിനിമയിൽ ചെയ്തിട്ടുള്ളത്. ഇനി കാസ്റ്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സയ്യിദ് അബ്ദുൾ റഹ്മാൻ്റെ വേഷം ചെയ്തിരിക്കുന്നത് അജയ് ദേവ്ഗണ്ണാണ്. അസാധ്യ പെർഫോമൻസ് എന്ന് പറയണം. കാരണം ആ ഒരു ക്യാരക്ടർ വളരെ തന്മയത്തോടു കൂടിയിട്ട് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ കുറയാതെ ഒരു മീറ്ററിൽ പിടിച്ചുകൊണ്ടുള്ള നല്ല ഒരു പെർഫോമൻസാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. തുടക്കം തൊട്ട് അവസാനം വരെയുള്ള ആ ഒരു ക്യാരക്ടറിൽ വരുന്ന ചേഞ്ചസ്, ആ ഒരു ഇമോഷണൽ ആർക്ക് കാര്യങ്ങളെല്ലാം തന്നെ ഭംഗിയായിട്ട് തന്നെ അജയ് ദേവ്ഗൺ ചെയ്തിട്ടുണ്ട്. വളരെയധികം നമുക്ക് ആ ഒരു ക്യാരക്ടറിനൊന്നും പെറ്റല്ലേ അല്ലെങ്കിൽ ഒന്നും സംഭവിക്കല്ലേ, നമുക്ക് വളരെയധികം കെയർ ചെയ്യാൻ തോന്നിപ്പിക്കുന്ന തരത്തിൽ ആ ഒരു ക്യാരക്ടറിനൊപ്പം സഞ്ചരിക്കാനായിട്ട് സാധിക്കുന്ന തരത്തിലാണ് ആ ഒരു റോൾ അജയ് ദേവ്ഗൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. അജയ് ദേവ്ഗണിൻ്റെ വേഷത്തിനോടൊപ്പം തന്നെ എടുത്ത് പറയേണ്ട കുറച്ച് അധികം പ്രകടനങ്ങൾ കാഴ്ചവെച്ചവരുണ്ട്. തീർച്ചയായിട്ടും പ്രിയാമണിയുടെ പ്രകടനം, ഭാര്യയായിട്ട് സൈറ എന്ന് പറയുന്നൊരു വേഷം ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷൊക്കെ പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു ഭാര്യ, വിദ്യാഭ്യാസം കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നു, അതോടൊപ്പം തന്നെ തൻ്റെ ഭർത്താവിനെ മനസ്സിലാക്കുകയും ഒരുപാട് ഭർത്താവിനെ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന നല്ല ഒരു റോള്, അതും വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അവർ തന്നെ ഒരുപാട് ഓപ്പോസിറ്റ് നിൽക്കുന്ന വേഷങ്ങൾ കാര്യങ്ങൾ വരുന്നുണ്ട്. ശുഭാങ്കർ സെൻഗുപ്ത, ദാദ എന്നൊക്കെ പറയുന്ന അഞ്ജാൻ എന്ന് പറയുന്ന സുഹൃത്ത് തുടങ്ങിയിട്ടുള്ള ഇവരുടെ പെർഫോമൻസുകളെല്ലാം തന്നെ ഒന്നിനൊന്ന് മെച്ചാണ്. ഇതിൽ വെച്ചിരിക്കുന്ന ഈച്ച് ആൻഡ് എവരി ചെറിയൊരു റോളിൽ വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പോലും അവരുടെ പ്രകടനം ഒന്നും തന്നെ മോശമായിട്ടുണ്ടായിരുന്നില്ല. എല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ഫുട്ബോൾ പ്ലെയേഴ്സ് ഇതിൽ വരുന്നുണ്ട്. PK ബാനർജി, ചുണ്ണി, ജർണയിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഫുട്ബോൾ പ്ലെയേഴ്സൊക്കെ വരുന്നുണ്ട്. അവരുടെ എല്ലാവരുടെയും പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടിലനായിരുന്നു. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു സിനിമ കഴിഞ്ഞ് അവസാനം എല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ആ ഒരു സമയത്ത് ഇതിൽ ചെയ്തിരിക്കുന്ന ഓരോ ഫുട്ബോൾ പ്ലെയേഴ്സിൻ്റെയും ഒറിജിനൽ ഫോട്ടോ, അതായത് ശരിക്കും അന്നത്തെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒറിജിനൽ ഫുട്ബോൾ പ്ലെയേഴ്സിൻ്റെ ഫോട്ടോ, ആ ഒരു വേഷം ചെയ്തവരുടെയും ഫോട്ടോ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു 90% അവരുടെ ഫേസിനോട് വളരെയധികം സാമ്യമുള്ളവരെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ അത്ഭുതം തോന്നി, എങ്ങനെ ഇവർ കണ്ടുപിടിച്ചു ഈ ഒരു ആളുകളെ ഇതേപോലെ മാച്ചിങ് ആയിട്ടുള്ളത്. ഇതുപോലെ മാച്ചിങ് ആയിട്ട് കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, ആ ഒരു വേഷം അതേ ഒരു ഭംഗിയോട് കൂടി അതേ ഒരു തന്മയത്തോടു കൂടി തന്നെ ചെയ്യുവാനായിട്ടും കൂടി സാധിക്കണം. ഒരു തരത്തിൽ നമുക്ക് ഈ ഒരു റോളുകൾ ചെയ്തിട്ടുള്ള ഫുട്ബോൾ പ്ലെയേഴ്സ് ഒരിക്കലും നമുക്കിവർ അഭിനയിക്കുകയാണ് അല്ലെങ്കിൽ ഇവരുടെ ഒരു അഭിനയത്തിൽ എന്തെങ്കിലും പാകപ്പിഴവുണ്ട് തന്നെ ഒന്നും നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അത്രയും ഭംഗിയായിട്ടാണ് ഈച്ച് ആൻഡ് എവരി ഫുട്ബോൾ പ്ലെയേഴ്സ്, ഓൾമോസ്റ്റ് ഒരു 22 ഫുട്ബോൾ പ്ലെയേഴ്സ് ഉണ്ട് ഇതിൽ. അവരെല്ലാ റോളുകളും കിടിലനായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് റിസർച്ചുകൾ ഇതിന് വേണ്ടിയിട്ട് തന്നെ അവർ നടത്തിയിട്ടുണ്ട്. ഇത്തരം ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടും ഓരോ പ്ലെയേഴ്സിനെയും മനസ്സിലാക്കി, അല്ലെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിലുള്ള ഓരോരുത്തരെയും ഇവർ ഒബ്സർവ് ചെയ്ത് അവരെങ്ങനെ സംസാരിക്കുന്നു, എങ്ങനെ നടക്കുന്നു, എന്തൊക്കെയാണ് അവരുടെ രീതികൾ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അവർ ആ ഒരു രീതിയിലേക്ക് മേക്കപ്പൊക്കെ ചെയ്യുവാനായിട്ടുള്ള ഒരുപാട് റിസർച്ചുകൾ ഒരുപാട് എഫർട്ടുകൾ ഇതിൻ്റെ പിന്നിലുണ്ടെന്നുള്ളത് ക്ലിയർ കട്ടായിട്ട് വ്യക്തമാണ്. കാരണം ഈ ഒരു സിനിമയുടെ ബഡ്ജറ്റ് തന്നെ ഒരു 250 കോടിയാണ്, ദാറ്റ് ഈസ് 250 crore. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ റിസർച്ചിനും ഇതിൻ്റെ മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നല്ലൊരു ഫണ്ട് ഇറക്കിയിട്ടുണ്ടെന്നുള്ളത് വ്യക്തമാണ്. അത് നല്ല രീതിയിൽ തന്നെ സിനിമയിൽ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്.
പിന്നെ തീർച്ചയായിട്ടും എടുത്തു പറയേണ്ടത് ഇതിൻ്റെ സിനിമോട്ടോഗ്രാഫിയാണ്. തുഷാർ കാന്തി റേ എസ്പെഷ്യലി ക്ലൈമാക്സിനോട് അടുത്ത് വരുന്ന ഫുട്ബോൾ മാച്ചസിൽ വളരെയധികം ആവേശം കൊണ്ടിരിക്കുന്ന ആ ഒരു ഫുട്ബോൾ മാച്ച് ശരിക്കും നമുക്ക് രോമാഞ്ചം തരുത്തുന്ന തരത്തിലാണ് അത്തരത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഷോട്ടുകൾ കാര്യങ്ങൾ എസ്പെഷ്യലി ഈ ഫുട്ബോൾ കളിക്കുന്ന ആളുകളുടെ കാലുമൊക്കെ ക്യാമറ വെച്ചിട്ടാണോ ഷൂട്ട് ചെയ്തതെന്ന് എനിക്ക് തോന്നിയിരുന്നു. കാരണം അത്രയും ഭയങ്കര ഇൻറ്റൻസിറ്റിയോട് കൂടിയിട്ട് ഫുട്ബോളിനോടൊപ്പം ക്യാമറ മൂവ് ചെയ്യുന്ന, അതും വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന തരത്തിലുള്ള കുറേ ഷോട്ടുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ നല്ല ഷോട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും സിനിമ പോകെ പോകെ ഇതിൻ്റെ ഷോട്ടുകളുടെയും കാര്യങ്ങളുടെ ഒക്കെ ഒരു രീതികൾ കാര്യങ്ങൾ മാറുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് യാത്രകൾ സയ്യിദ് അബ്ദുൾ റഹ്മാൻ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ യാത്രയ്ക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു മൂഡ് കാര്യങ്ങളൊക്കെ പിടിക്കാനായിട്ട് സിനിമോട്ടോഗ്രാഫി അതിൻ്റെ കളർ ഗ്രേഡിങ്ങും എല്ലാം ഹെൽപ്ഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. ആ സെഷനൊക്കെ കിടിലനായിട്ട് തന്നെയായിരുന്നു അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സിനിമ പ്രോപ്പറായിട്ട് ലാഗൊന്നും ഇല്ലാതെ പ്രോപ്പറായിട്ട് ആളുകളിലേക്ക് കണക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ എഡിറ്റിംഗ് കൂടിയും സൂപ്പർബായിരിക്കണം. സോ എഡിറ്റിംഗ് കിടിലനായിട്ട് വന്നിട്ടുണ്ട്. അതും ചെയ്തിരിക്കുന്നത് ദേവ്റാവോ ആണ്. ഓരോ സീൻസുകളും കാര്യങ്ങളും അധികം ലാഗ് അടിപ്പിക്കുക, അനാവശ്യമായിട്ടുള്ളൊരു സീനും ഒന്നും തന്നെ നമുക്കുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ആവശ്യമായിട്ടുള്ള തരത്തിൽ ഇമോഷൻസ് കണക്റ്റ് ആവുന്നതിനായിട്ടുള്ള ലെങ്തി ആയിട്ടുള്ള സീൻസ്, അതുപോലെ തന്നെ കുറച്ചും കൂടിയും ഫാസ്റ്റ് പേസ് ആയിട്ട് പോകുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അതിനുള്ള സീൻസ് എല്ലാം തന്നെ കൃത്യമായിട്ട് കട്ട് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. നമുക്കൊരു തരത്തിൽ ഇത് ബയോപിക്കാണ് കാണുന്നതെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട്. സോ അതിന് എഡിറ്റിങ്ങും വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. പിന്നെ പറയേണ്ട കാര്യമില്ല, ഇതിന് മ്യൂസിക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് AR റഹ്മാനാണ്. AR റഹ്മാൻ സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള തരത്തിലുള്ള മ്യൂസിക്കും അതും കൊടുത്തിട്ടുണ്ട്. പല സോങ്ങുകളാണെന്നുണ്ടെങ്കിലും പല ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളാണെന്നുണ്ടെങ്കിലും എസ്പെഷ്യലി ഫുട്ബോൾ മാച്ചിൻ്റെ സമയത്തൊക്കെ കിട്ടുന്ന ഒരു വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഡിഫറെൻ്റാണ്. അത് ശരിക്കും നമ്മളൊരു ഫുട്ബോൾ മാച്ച് ലൈവ് കാണുന്ന ഒരു എഫക്റ്റോട് കൂടിയിട്ട് തന്നെയാണ് കാണുന്നുണ്ടായിരുന്നത്. സോ ടെക്നിക്കൽ ആസ്പെക്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലും കാസ്റ്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും മേക്കിംഗ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു ടോപ്പ് നോച്ച് ഫിലിം എന്നുള്ള രീതിയിൽ തന്നെയാണ് എനിക്ക് ഈ ഒരു സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ അപ്പുറത്തേക്കായിട്ട് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. ഇത് സയ്യിദ് അബ്ദുൾ റഹ്മാൻ്റെ ഒരു ബയോഗ്രഫിക്കൽ മൂവിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും നമ്മുടെ ലൈഫിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. തൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സയ്യിദ് അബ്ദുൾ റഹ്മാൻ പറയുന്ന ചില കാര്യങ്ങളിൽ നിന്നാണ്. ചില സ്ഥലങ്ങളിൽ നമ്മൾ സൈലൻസ് കീപ്പ് ചെയ്യണം എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. പിന്നീടൊരു അവസരത്തിൽ സൈലൻസ് കീപ്പ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം നേടിയെടുക്കുന്ന കുറേ വിജയങ്ങൾ അതവിടെ കാണിച്ചു പോകുന്നതൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. തകർന്നടിഞ്ഞ് നിൽക്കുന്ന സമയത്തും തനിക്ക് സപ്പോർട്ടായിട്ട് വരുന്ന സൈറ എന്ന് പറയുന്ന ഭാര്യ, അതായത് എല്ലാ പുരുഷന്മാരുടെ പിന്നിലും ഒരു സ്ത്രീ ഉണ്ടായിരിക്കും, ഒരു സക്സസ്സിന് പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടായിരിക്കും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇവിടെ സത്യത്തിൽ സൈറ എന്ന് പറയുന്ന ഒരാളാണ് സ്ട്രഗിൾ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ തകർന്നടിഞ്ഞിരിക്കുന്ന സയ്യിദ് അബ്ദുൾ റഹ്മാനെ ഉയർത്തെഴുന്നേൽക്കാനായിട്ട് ശക്തി പകരുന്നത്. അതുപോലെ നല്ല സുഹൃത്തുക്കൾ എപ്പോഴും നമുക്ക് നല്ലൊരു വഴികാട്ടിയായിരിക്കുന്ന കാണിക്കുന്ന തരത്തിലുള്ള അഞ്ചാൻ എന്ന് പറയുന്ന ഒരു സുഹൃത്തും തീർച്ചയായിട്ടും ഇതിൽ സയ്യിദ് അബ്ദുൾ റഹ്മാൻ്റെ കൂടെ തന്നെയുണ്ട്. ഒരു തിരിച്ചുവരവ് അല്ലെങ്കിൽ ഒരു റൈറ്റ് ട്രാക്കിലോട്ട് തിരിച്ചു വരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലൊരു സുഹൃത്താണെന്നുള്ളത് അവിടെയും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വർക്കിൽ 100% ആത്മാർത്ഥത കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കാനായിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും എന്ന് കാണിക്കുന്ന തരത്തിൽ 22 ഫുട്ബോൾ പ്ലെയേഴ്സ് സയ്യിദ് അബ്ദുൾ റഹ്മാനുണ്ട്. അവർ തൻ്റെ കോച്ചിന് വേണ്ടി മരിക്കാൻ വരെ അവർ തയ്യാറാവുന്ന തരത്തിൽ അത്രയും വാശിയോട് കൂടിയിട്ട് തൻ്റെ കോച്ചിന് വേണ്ടിയിട്ടെങ്കിലും ഈ ഒരു മത്സരം ജയിക്കണം എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ അത്രയധികം നിൽക്കുന്ന ഒരു 22 ഫുട്ബോൾ പ്ലെയേഴ്സിനെ നമുക്കിത് കാണാനായിട്ട് സാധിക്കും. സോ ഒരുപാട് കാര്യങ്ങൾ, ഇതിനപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ സിനിമ കൺവേ ചെയ്തു പോകുന്നുണ്ട്. പിന്നെ ഞാൻ ഈ സിനിമ കണ്ടത് തൃശ്ശൂർ ശോഭ സിറ്റി മാളിലെ ഐനോക്സ് സ്ക്രീൻ 5-ലാണ്. ഒരു 22 പേരൊക്കെ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ഈ 22 പേരും ഈ സിനിമയെ ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഫുട്ബോളിനെ ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഇതിനോടൊരു ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ കാണുമ്പോൾ 22 പേരിൽ മെജോറിറ്റി ആളുകൾ ക്ലാപ്പ് അടിക്കുകയും വിസിലടിക്കുകയും ബേളം വയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ സത്യം പറയാച്ചാൽ ഭയങ്കര ഒരു എന്തെന്നില്ലാത്തൊരു സന്തോഷം, എന്തെന്നില്ലാത്തൊരു വൈബായിരുന്നു ആ ഒരു തിയേറ്ററിൽ ഉണ്ടായിരുന്നത്. ഓരോ സമയത്ത് ഫുട്ബോളിൽ നമ്മൾ ഗോൾ അടിക്കുമ്പോൾ സത്യത്തിൽ ലൈവായിട്ടൊരു ഫുട്ബോൾ കാണുന്ന പ്രതീതി എന്നുള്ള പോലെ തന്നെ വിസിലടിക്കുകയും നല്ല നല്ല ഡയലോഗ്സ് വരുമ്പോൾ നല്ല നല്ല സീൻസുകൾ കാണുമ്പോൾ കണ്ണൊക്കെ നിറഞ്ഞ് കൈയൊക്കെ അടിച്ച് ഭയങ്കര സന്തോഷത്തിലാണ് ആ ഒരു സിനിമ കണ്ടത്. ആ സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ നമുക്ക് മനസ്സ് നിറഞ്ഞ് വളരെ ഹാപ്പി ആയിട്ടാണ് ഇറങ്ങി വരുന്നുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ലോസ് വലിയൊരു ലോസ് തന്നെയാണെന്നുള്ളൊരു കാര്യം കൂടി നമ്മളെ വിഷമിപ്പിക്കുന്നുണ്ടതിനപ്പുറത്തേക്കായിട്ട് നല്ല ഒരു സിനിമ കണ്ടു അല്ലെങ്കിൽ നല്ലൊരു കാലഘട്ടം ഇന്ത്യയിൽ ഉണ്ടായിരുന്നല്ലോ എന്ന് ആലോചിച്ച് ഇന്ത്യയെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിനെ പറ്റിയിട്ട് അഭിമാനം കൊള്ളാവുന്ന തരത്തിലുള്ള കാര്യം കൂടി നമുക്ക് ഈ ഒരു സിനിമയിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അത്തരത്തിലാണ് എനിക്ക് മൊത്തത്തിൽ മൈതാൻ എന്ന് പറയുന്ന മൂവിയെ പറ്റിയിട്ട് പറയാനായിട്ടുള്ളത്. വളരെയധികം ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെയാണ് ഇത്രയധികം കാര്യങ്ങൾ കൂടുതൽ പറയുന്നത്. ഇനി കൂടുതൽ പറഞ്ഞാൽ സ്പോയിലറായി പോകുന്നുള്ളത് കൊണ്ട്
ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. സോ ഈ ഒരു സിനിമ നിങ്ങൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണുമെന്ന് വീണ്ടും ഞാൻ പറയുന്നു. ഫുട്ബോൾ പ്രേമിയാണോ, നല്ല സിനിമ കാണാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയിട്ട് കാണുക. നല്ല മേക്കിംഗ് കൊണ്ടും നല്ല ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾ കൊണ്ടും ഇമോഷണലി ഒരുപാട് കാര്യങ്ങൾ കണക്ട് ചെയ്യിക്കുകയും ഒരുപാട് നമ്മൾ ചിന്തിപ്പിക്കുകയും ഒരുപാട് നമ്മുടെ ക്യാരക്ടറിലും നമുക്ക് മറ്റൊരാളുടെ ലൈഫിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ല ഒരു മൂവിയായിട്ടാണ് മൈതാൻ എന്ന് പറയുന്ന മൂവി അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. സോ മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.